ഓക്കെ, നമുക്ക് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. ആറാമത്തേത് എക്സ്പെൻസസ് ഓൺ പർച്ചേസ് ഓഫ് ഗുഡ്സ്. അതായത് ഗുഡ്സ് വാങ്ങുമ്പോൾ, ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ മുടക്കുന്ന എക്സ്പെൻസ്. ഓക്കെ, അത് ഏതൊക്കെയാണ്? അതൊക്കെ ഡയറക്റ്റ് എക്സ്പെൻസുകളാണ് കേട്ടോ. പർച്ചേസ് ചെയ്യുമ്പോൾ, അതായത് ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ മുടക്കുന്ന എക്സ്പെൻസുകൾ നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസസ് എന്നാണ് വിളിക്കുന്നത്. അത് ഏതൊക്കെയാണ്? ഫ്രൈറ്റ്, ഇൻവേർഡ്, ഓക്ട്രോയ്, കാർട്ടേജ്, അൺലോഡിംഗ് ചാർജസ്, ഇതൊക്കെ എന്താണ്? ഡയറക്റ്റ് എക്സ്പെൻസുകളാണ്. ഓക്കെ, അങ്ങനെ ഒരു ടേം നിങ്ങൾക്ക് കേൾക്കാം. ട്രേഡിംഗ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്ന എക്സ്പെൻസുകളാണ് ഡയറക്റ്റ് എക്സ്പെൻസുകൾ. അപ്പോൾ അത് പർച്ചേസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന എക്സ്പെൻസുകളാണ്, അല്ലെങ്കിൽ ഫാക്ടറി റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസുകളാണ്. ഇപ്പോൾ ഫ്രൈറ്റ്, കാർട്ടേജ്, ഓക്ട്രോയ്, ഇതൊക്കെ എന്താണ്? ഡയറക്റ്റ് എക്സ്പെൻസുകളാണ്. അപ്പോൾ എക്സ്പെൻസ് ഏതുമായിക്കോട്ടെ, എക്സ്പെൻസ് എന്ത് വന്നാലും നിങ്ങൾ അതിനെ ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, എന്ത് ഐറ്റം വന്നാലും ഡെബിറ്റ് ചെയ്തേക്കുക. കാരണം എക്സ്പെൻസ് കൂടുമ്പോൾ ഡെബിറ്റ് ആണ് ചെയ്യുന്നത്. സോ ഫ്രൈറ്റ്, കാർട്ടേജ്, ഓക്ട്രോയ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. ഓക്കെ, ഇനി സെയിലുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന എക്സ്പെൻസുകൾ ഉണ്ടാവും. സെയിൽ ചെയ്യുമ്പോൾ വരുന്ന എക്സ്പെൻസുകൾ നമ്മൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ എന്നാണ് വിളിക്കുന്നത്. ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ. അപ്പോൾ എന്ത് എക്സ്പെൻസ് ആയിക്കോട്ടെ അതിനൊക്കെ ഡെബിറ്റ് ചെയ്തേക്കുക. ഫ്രൈറ്റ് ഔട്ട്വേർഡ് ഓർ ഇൻഷുറൻസ് എക്സ്പെൻസസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. വ്യത്യാസമൊന്നുമില്ല, എൻട്രിയിൽ എക്സ്പെൻസുകളെല്ലാം നമ്മൾ ഡെബിറ്റ് ചെയ്തേക്കുക. പക്ഷെ ഇതിന് നേച്ചർ വ്യത്യാസമുണ്ട്. പർച്ചേസ് ചെയ്യുമ്പോൾ വരുന്ന എക്സ്പെൻസുകൾ നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസ് എന്നും, സെയിൽ ചെയ്യുമ്പോൾ വരുന്ന എക്സ്പെൻസുകൾ നമ്മൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്നാണ് വിളിക്കുന്നത്. ഇനി എക്സ്പെൻസ് ഓൺ പർച്ചേസ് ഓഫ് അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ വരുന്ന ചെലവുകൾ, അതായത് ഫിക്സഡ് അസറ്റ് വാങ്ങുമ്പോൾ നമ്മൾ മുടക്കുന്ന ചെലവുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് എന്താണ്? ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്നുള്ളതാണ് അവിടെ കൊടുക്കേണ്ടത്. ഇനി വേറെ എന്തെങ്കിലും എക്സ്പെൻസ് ഉണ്ടെങ്കിൽ പേയ്മെന്റ് ഓഫ് എക്സ്പെൻസസ് എന്തുമാകട്ടെ, എക്സ്പെൻസസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്നുള്ളതാണ് എൻട്രി വരുന്നത്. ഇനി ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, അതായത് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് പഠിച്ചതൊക്കെ എക്സ്പെൻസ് കഴിഞ്ഞു, പെയ്ഡ് ആണ്. ഓക്കെ, എക്സ്പെൻസസ് ഡ്യൂ ആണ്, അതായത് കൊടുക്കാനായിട്ടുണ്ട് പക്ഷെ കൊടുത്തിട്ടില്ല. ഇതൊരു അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങിൽ വരുന്ന ഒരു ആസ്പെക്ട് ആണ് ഈ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. എമൗണ്ട് ഡ്യൂ ഫോർ പേയ്മെന്റ് കൊടുക്കാനുള്ള ടൈം ആയിട്ടുണ്ട് പക്ഷെ ബിസിനസ് ഇതുവരെ കൊടുത്തിട്ടില്ല. അങ്ങനെയുള്ള ഔട്ട്സ്റ്റാൻഡിങ്ങുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. സാലറി ഔട്ട്സ്റ്റാൻഡിങ്, അതായത് ഇവിടെ ഒരു എക്സാമ്പിൾ സാലറി തന്നെ പറഞ്ഞിരിക്കുന്നത്. സാലറി കൊടുക്കാനുണ്ട്, ഓരോ മാസം നമ്മൾ സാലറി കൊടുക്കുമല്ലോ. അപ്പൊ ഈ മാസം സാലറി നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത മാസമാണ് നമ്മൾ സാലറി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ നമ്മൾ നോക്കുക. 1 ഏപ്രിൽ 2000 ഒരു ഇയർ മുതൽ 31 മാർച്ച് നെക്സ്റ്റ് ഇയർ വരെയാണ് നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ വരുന്നത്. സോ 31 മാർച്ചിനാണ് ഡ്യൂ ആയിട്ടുണ്ടെങ്കിൽ അത് നെക്സ്റ്റ് ഇയറിലേക്കാണ് നമ്മൾ കൊടുക്കുക, അല്ലെങ്കിൽ നെക്സ്റ്റ് ഏപ്രിൽ 31 കൊടുക്കുക. അപ്പോൾ അത് നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിലേക്ക് പോയി. അപ്പോൾ ഒരിക്കലും അത് എക്സ്പെൻസുകളൊന്നും നമുക്ക് നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിലേക്ക് കാണിക്കാൻ പറ്റില്ല. ഈ വർഷം ഡ്യൂ ആയിട്ടുള്ളത് ഈ വർഷം തന്നെ കാണിക്കാം. അടുത്ത വർഷമാണ് ഡ്യൂ ആയിട്ടുണ്ടെങ്കിൽ അത് അടുത്ത വർഷം തന്നെ നമ്മൾ കാണിക്കേണ്ടി വരും. സോ ഈ വർഷമുള്ളത് അടുത്ത വർഷത്തേക്ക് നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പൊ ഈ വർഷമുള്ളത് ഈ വർഷം നമ്മൾ അടുത്ത വർഷമാണ് നമ്മൾ ഈവൻ ഇഫ് കൊടുക്കുന്നെങ്കിൽ പോലും ഈ വർഷം കൊടുത്തതായിട്ട് കാണിക്കണം. അപ്പോൾ എൻട്രി വരുന്നത് സാലറി അക്കൗണ്ട് ഡെപ്റ്റർ ടു സാലറി ഔട്ട്സ്റ്റാൻഡിങ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ എക്സ്പെൻസ് കൂടി, സാലറി എന്ന് പറയുന്ന എക്സ്പെൻസ് കൂടി, ഡെബിറ്റ്. സാലറി ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നത് എന്താണ്? ലയബിലിറ്റി ആണ്, നമ്മൾ കൊടുക്കാനുണ്ട് കൊടുത്തിട്ടില്ല. അപ്പൊ അത് നമ്മൾ ലയബിലിറ്റി കൂടി, ക്രെഡിറ്റ് എന്നുള്ളതാണ് റൂൾ വരുന്നത്. ഓക്കെ, ഇനി പ്രീപെയ്ഡ് എക്സ്പെൻസുകൾ, അതായത് മുൻകൂട്ടി നമ്മൾ കൊടുക്കാം. ഒരു 6 മാസത്തെ ഇൻഷുറൻസ് ഒക്കെ നമ്മൾ മുൻകൂട്ടി അടച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ജനുവരി മാസത്തിൽ നമ്മൾ അടയ്ക്കുന്നതെന്ന് വിചാരിച്ചു. ജനുവരി ഫെബ്രുവരി മാർച്ച് കുഴപ്പമില്ല, നമ്മുടെ ഫിനാൻഷ്യൽ ഇയറിന്റെ ഉള്ളിൽ വരുന്നതാണ്. ഏപ്രിൽ മെയ് ജൂണിലേക്കുള്ളത് നമ്മൾ അടച്ചുപോയി. അപ്പോൾ എന്തായി? അത് നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിലുള്ളതാണ്. അപ്പോൾ അതൊരിക്കലും നമുക്ക് ഈ വർഷം കാണിക്കാൻ പറ്റില്ല. ഈവൻ ഇഫ് അഡ്വാൻസ് കൊടുത്തു, പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ അഡ്വാൻസ് കൊടുക്കുമ്പോൾ ഈ ഫിനാൻഷ്യൽ ഇയർ ഉള്ളിലുള്ളതാണെങ്കിൽ കുഴപ്പമില്ല. അടുത്ത ഫിനാൻഷ്യൽ ഇയറിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് അടുത്ത വർഷമാണ് കാണിക്കേണ്ടതുള്ളൂ, അത് ഈ വർഷം കാണിക്കേണ്ടതില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ഈ വർഷത്തെ മാത്രം കൺസിഡർ ചെയ്തിട്ട് കഴിഞ്ഞ നെക്സ്റ്റ് വർഷത്തെ, അതായത് നെക്സ്റ്റ് ഇയറിൽ നമ്മൾ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ, നെക്സ്റ്റ് ഇയറിൽ അഡ്വാൻസുകൾ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക? അത് മൈനസ് ചെയ്യണം, അത് കുറച്ച് കാണിക്കണം. അപ്പോൾ അതിന്റെ എൻട്രി വരുന്നത് പ്രീപെയ്ഡ് എക്സ്പെൻസസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു എക്സ്പെൻസ് അക്കൗണ്ട് ആണ്. പ്രീപെയ്ഡ് എക്സ്പെൻസസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു എക്സ്പെൻസ് അക്കൗണ്ട്. പ്രീപെയ്ഡ് എക്സ്പെൻസസ്, അപ്പോൾ നമ്മൾ മുൻകൂട്ടി കൊടുത്ത എമൗണ്ട് എന്ന് പറയുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഇൻഷുറൻസ് കൊടുത്തു 6000. അപ്പോൾ 6000 ഒരുമിച്ച് കൊടുത്തു. ഓരോ മാസം നമ്മൾ 1000 വെച്ചിട്ടാണ് കൊടുക്കുന്നത്. 6 മാസത്തെ നമ്മൾ അടച്ചൊന്ന് വിചാരിക്കുക. അപ്പോൾ ജനുവരി ഫെബ്രുവരി മാർച്ച് അതിന് 3000, ഏപ്രിൽ മെയ് ജൂൺ അതിൽ 3000 കിടക്കുന്നുണ്ട്, അല്ലേ? അപ്പൊ ഏപ്രിൽ മെയ് ജൂൺ എന്നുള്ളത് നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിലാണ്. അപ്പൊ ഈ 3000 നമുക്ക് പ്രീപെയ്ഡ് എക്സ്പെൻസ് ആണ്, അല്ലെ? മുൻകൂട്ടി അടച്ചിട്ടുള്ളതാണ്. അതാണ് ശരിക്കും പ്രീപെയ്ഡ് എക്സ്പെൻസ്. ഓക്കെ,
അപ്പോൾ എന്താണ് അത് നമുക്ക് അസറ്റാണ്. ഈ പ്രീപെയ്ഡ് എക്സ്പെൻസുകൾ നമ്മൾ അസറ്റായിട്ടാണ് കാണിക്കുന്നത്, അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യുക. കാരണം ആ എമൗണ്ട് ഒരു ഫണ്ട് പോലെ അവിടെ കിടക്കുക. അത് നമുക്ക് ശരിക്കും നമുക്ക് ഈ വർഷം കാണിക്കാനും പറ്റില്ല, എക്സ്പെൻസ് ആയിട്ട് കാണിക്കാനും പറ്റില്ല. അതുപോലെ തന്നെ എന്താണ് നമുക്ക് ആ നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിന്റെ എൻഡിങ്ങിൽ മാത്രമേ നമുക്കത് കാണിക്കാൻ പറ്റുള്ളൂ. സോ അതൊരു അസറ്റായിട്ട് നമുക്ക് തിരിച്ചു കിട്ടണം എന്നുള്ള രീതിയിലാണ് തന്നെ ട്രീറ്റ് ചെയ്യുക. സോ പ്രീപെയ്ഡ് എക്സ്പെൻസസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു എക്സ്പെൻസസ് അല്ലെങ്കിൽ എക്സ്പെൻസസ്. ഓക്കെ, പ്രീപെയ്ഡ് എക്സ്പെൻസസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു എക്സ്പെൻസസ് ആണ് അതിന്റെ എൻട്രി വരുന്നത്. പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത് ഒരു അസറ്റാണ്, അസറ്റ് കൂടി ഡെബിറ്റ് ടു എക്സ്പെൻസസ്. പിന്നെ ആ 3 മാസം നമ്മൾ എക്സ്പെൻസ് ട്രീറ്റ് ചെയ്യുന്നില്ലല്ലോ, അല്ലെങ്കിൽ എക്സ്പെൻസ് നമുക്ക് വരുന്നില്ല അല്ലെ. അപ്പൊ എക്സ്പെൻസ് കുറഞ്ഞു ക്രെഡിറ്റ്, ഇതാണ് അതിന്റെ റൂള് വരുന്നത്. എക്സ്പെൻസ് കുറഞ്ഞു ക്രെഡിറ്റ്. ഇനി ഇൻകം റിസീവ്ഡ്, ഇൻകം നമുക്ക് കിട്ടുമ്പോഴൊക്കെ നമ്മൾ ഇൻകത്തിന് ക്രെഡിറ്റ് ആണ് ചെയ്യുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്തിരിക്കണം. ആ ഏതാണോ ഇൻകത്തിന്റെ പേര്, ഓക്കെ, അതാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. ഇൻകം അക്കൗണ്ട് അല്ല, ഇൻകത്തിന്റെ പേരാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പൊ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഇൻകം എന്നുള്ളതാണ് എൻട്രി വരിക. പിന്നെ ബാങ്കിങ് ട്രാൻസാക്ഷൻസ് ആണ് ഇവിടെ പറയുന്നത്. ബാങ്കുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ട്രാൻസാക്ഷൻസ്. ഇപ്പൊ ചെക്ക് ഡെപ്പോസിറ്റഡ് ഇൻ ബാങ്കിലേക്ക് നമ്മൾ ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാങ്കിന്റെ ബാലൻസ് കൂടി. നിങ്ങൾ ഏതെങ്കിലും ഒരു ആസ്പെക്ട് ചിന്തിക്കുക. ഓക്കെ, എൻട്രി എഴുതാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ആസ്പെക്ട് ചിന്തിക്കുക. ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാങ്ക് ബാലൻസ് കൂടും. അപ്പൊ ബാങ്കിന് അസറ്റ് കൂടിയാൽ ബാങ്കിനെ ഡെബിറ്റ് ചെയ്യണം. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ആ ഡെപ്റ്റർ അക്കൗണ്ട്, ആരാണോ ഇട്ടിരിക്കുന്നത്, ആരാണോ നമുക്ക് തന്നത്, ചെക്ക് തന്നത്, ആ വ്യക്തിയുടെ പേരാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇനി വേറെ ഏതെങ്കിലും പാർട്ടിക്ക് നമ്മൾ പേയ്മെന്റ് കൊടുത്തു, ചെക്ക് വഴി പേയ്മെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏതാണോ പാർട്ടി, ആ പാർട്ടിയുടെ പേര് നമ്മൾ ഡെബിറ്റ് ചെയ്യണം. കാരണം പേയ്മെന്റ് കൊടുക്കുകയാണ്. ഇനി അത് കിട്ടിയില്ലെങ്കിൽ, ഇനി അങ്ങനെ ഒന്നും കിട്ടുന്നില്ലെങ്കിൽ ചെക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് ബാലൻസ് കുറയാന്നുള്ളതാണ്. നമ്മുടെ ബാങ്കിന്റെ ബാലൻസ് കുറയും. സോ ബാങ്കിന്റെ ബാലൻസ് കുറയുന്ന പറഞ്ഞാൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ അസറ്റ് കുറഞ്ഞു. അസറ്റ് കുറയുമ്പോൾ നമ്മൾ ബാങ്കിന് ക്രെഡിറ്റ് ചെയ്യണം. സോ ഡെപ്റ്റർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട് എന്നുള്ളതാണ് എൻട്രി വരുന്നത്. ഇനി ക്യാഷ് വിഡ്രോൺ ഫോർ ഓഫീസ് എക്സ്പെൻസസ്. ഓഫീസ് ചെലവുകൾക്ക് വേണ്ടി നമ്മൾ ക്യാഷ് വിഡ്രോ ചെയ്യുമ്പോൾ, ബാങ്കിൽ നിന്ന് പിൻവലിക്കുമ്പോൾ നോർമൽ ആയിട്ട് എൻട്രി, അത് കോൺട്രാ എൻട്രി ആണ്. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് എന്നുള്ളതാണ് എൻട്രി വരിക. ഇത് കോൺട്രാ എൻട്രി ആണ്. ക്യാഷും ബാങ്കും വരുന്ന എൻട്രികളെ നമ്മൾ കോൺട്രാ എൻട്രി എന്നാണ് വിളിക്കുക. ഓക്കെ, ഇനി ബാങ്കും ക്യാഷും വരുന്നത്, അപ്പോൾ ബാങ്കോ ക്യാഷ് ക്രെഡിറ്റിലോ ഡെബിറ്റിലോ വരുന്നുണ്ടെങ്കിൽ അത് കോൺട്രാ എൻട്രി ആണ്. ഇനി ബാങ്കിലേക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെ വരും? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് ആണ്. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അല്ല, ഇത് തെറ്റാണ്. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. ബാങ്കിലേക്ക് കൂടുന്നുണ്ട്, അസറ്റ് കൂടി അല്ലേ, നമ്മുടെ കയ്യിലുള്ള അസറ്റ് കുറഞ്ഞു, ക്യാഷ് എന്ന അസറ്റ് കുറഞ്ഞു, ബാങ്ക് എന്ന അസറ്റ് കൂടി. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്നാണ് ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ എൻട്രി. അടുത്തത് ബാങ്ക് ചാർജസ് ഡെബിറ്റഡ് ബൈ ബാങ്ക് നമ്മളോട് പറയാതെ നമുക്ക് തരുന്ന സർവീസിന് എന്തെങ്കിലും ചാർജസ് ഡെബിറ്റ് ചെയ്യാം, അതായത് കുറയ്ക്കാം. നമ്മൾ പറയാതെ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് എടുക്കാം. സോ അങ്ങനെ വരുമ്പോൾ അത് എക്സ്പെൻസ് അല്ലേ, ചാർജസ് എന്ന് പറഞ്ഞ എക്സ്പെൻസ് ആണ്. അപ്പോൾ നമ്മുടെ ബാങ്കിൽ നിന്ന് എമൗണ്ട് കുറയുകയും ചെയ്യുന്നുണ്ട്. ഡെബിറ്റഡ് എന്ന് പറഞ്ഞാൽ എമൗണ്ട് കുറയാണ് ചെയ്യുന്നത്. സോ ബാങ്കിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്തേക്കുക. ബാങ്കിന് അസറ്റ് കുറയുന്നുണ്ടെങ്കിൽ ബാങ്കിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ഇനി ചാർജസ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് ആണ്. സോ ബാങ്ക് ചാർജസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് എന്നുള്ളതാണ് എൻട്രി വരുന്നത്. ഇനി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ഓണർ ക്യാപിറ്റൽ നമ്മുടെ ബിസിനസ്സിൽ സൂക്ഷിക്കുന്നതിന് ബിസിനസ് എന്ത് ചെയ്യണം? ഓണർക്ക് ഇൻട്രസ്റ്റ് കൊടുക്കണം. ആ ക്യാപിറ്റലിന് മേലെ ഇൻട്രസ്റ്റ് കൊടുക്കണം. അതൊരു പെർസെൻറ്റേജിലായിരിക്കും ഇൻട്രസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കുക. ഓരോ വർഷവും നമ്മൾ ക്യാപിറ്റൽ മേൽ ഇൻട്രസ്റ്റ് കൊടുക്കണം. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ ബിസിനസ്സിന് അത് ചെലവാണ്. സോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നൊരു എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്യണം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു. ഇനി ഈ കൊടുക്കുന്ന ക്യാപിറ്റല് ഒരിക്കലും അയാൾ വീട്ടിലേക്കല്ല കൊണ്ടുപോകുന്നത്, അത് ക്യാപിറ്റലിന് മേളിലേക്കാണ് ആഡ് ഓൺ ചെയ്യുന്നത്. ഇപ്പോൾ 1 ലക്ഷം രൂപയാണ് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നമ്മളൊരു 10% ഇൻട്രസ്റ്റ് കൊടുക്കാമെന്ന് പറയാണ്. അപ്പോൾ 10% ഇൻട്രസ്റ്റ് പറയുമ്പോൾ 1,00,000 10% 10,000. അപ്പോൾ ഈ 10,000 എന്നുള്ളത് ക്യാപിറ്റലിന് മേളിലേക്ക് കൂടുകയാണ് ചെയ്യുന്നത്. 1 lakh പ്ലസ് 10,000 എന്നുള്ളത് 1,10,000 ആയിട്ട് ക്യാപിറ്റൽ കൂടും. സോ ക്യാപിറ്റൽ കൂടി ക്രെഡിറ്റ് എന്നുള്ളതാണ് ഇവിടെ റൂള് വരുന്നത്. സോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട് എന്നുള്ളതാണ് എൻട്രി വരുന്നത്. ഇനി പേയ്മെന്റ് ഓൺ ബിഹാഫ് ഓഫ് അതേഴ്സ്. നമ്മൾ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ആർക്കാണോ പേയ്മെന്റ് കൊടുക്കുന്നത്, ഡെപ്റ്റർ അക്കൗണ്ട് ഡെപ്റ്റർ ഓർ ക്രെഡിറ്റർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്നുള്ളതാണ് എൻട്രി വരുന്നത്. അത് സിമ്പിൾ ആണ്. ഇനി നമുക്ക് അഡ്വാൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ക്യാഷ് ആയിട്ടാണ് നമുക്ക് കിട്ടുക അല്ലെ, ക്യാഷോ ബാങ്കോ ആയിട്ടോ കിട്ടാം, ചെക്കായിട്ടോ ക്യാഷ് ആയിട്ടോ കിട്ടാം. സോ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു അഡ്വാൻസ് ഫ്രം കസ്റ്റമേഴ്സ് എന്നുള്ളതാണ് എൻട്രി വരിക. ഇനി അഡ്വാൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ
ക്യാഷ് ആയിട്ടായിരിക്കും കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ ക്യാഷ് ഓർ ബാങ്ക് നമ്മൾ ക്രെഡിറ്റ് ചെയ്തേക്കുക. ഡെബിറ്റിൽ അഡ്വാൻസ് അഗെയിൻസ്റ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ്. ഇതാണ് അതിന്റെ എൻട്രി വരുന്നത്. ഇനി അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ജേണൽ. ജേണലിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ജേണൽ എന്ന് പറയുന്ന ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഡബിൾ എൻട്രി സിസ്റ്റത്തിലെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ജേണൽ. അപ്പോൾ ഇത് ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി ആണ് അല്ലേ. ആദ്യമായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന എവിടെയാണ്? ജേണൽ ബുക്കിലാണ്. സോ ഇതിന് നമ്മൾ വിളിക്കുന്ന പേര് ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി. ഇനി ട്രാൻസാക്ഷൻ എല്ലാം അതത് ദിവസം നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്നു അല്ലെ. ദിവസമാണ്, ഡേ ബൈ ഡേ ആണ് റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ഡേ ബുക്ക് എന്ന് വിളിക്കുന്നു. ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡ് ക്രോണോളജിക്കലി. ഓക്കെ, ഡേറ്റ് വൈസ് ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അതൊരു ക്രോണോളജിക്കൽ ബുക്ക് എന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട്. ഡേ ബുക്കിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ജേണൽ ബുക്കിൽ നമ്മൾ ഡെബിറ്റ് ക്രെഡിറ്റ് കൃത്യമായിട്ട് കാണിക്കുന്നതുകൊണ്ട് മറ്റുള്ള ബുക്കുകൾ, സബ്സിഡറി ബുക്കുകൾ പ്രിപ്പയർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇപ്പൊ ലെഡ്ജർ പോസ്റ്റിംഗ് ഒക്കെ നടത്തുന്നത്, ലെഡ്ജറിലേക്ക് നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? ഡേ ബുക്ക് പ്രിപ്പയർ ചെയ്തതിനു ശേഷമാണ്. ഡെബിറ്റും ക്രെഡിറ്റും കൃത്യമായിട്ട് അറിഞ്ഞതിന് ശേഷമാണ്. സോ ലെഡ്ജർ പോസ്റ്റിംഗ് വളരെ എളുപ്പമാണെന്നുള്ളതാണ് അടുത്തൊരു ഫീച്ചർ പറയുന്നത്. നരേഷൻ ഈസ് റിട്ടൺ ബിലോ ഈച്ച് എൻട്രി. ഇപ്പൊ ജേണൽ ബുക്കിൽ നമ്മൾ എന്ത് ചെയ്യും? നരേഷൻ കാണിക്കുന്നുണ്ട് അല്ലെ. നരേഷൻ എന്ന് പറഞ്ഞാൽ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ട്രാൻസാക്ഷൻ ആണ്. ആറാമത്തത് എമൗണ്ട് ഈസ് റിട്ടൺ ഇൻ ലാസ്റ്റ് 2 കോളംസ്. ഡെബിറ്റ് കോളം ഉണ്ടാവും, ക്രെഡിറ്റ് കോളം ഉണ്ടാവും. അതിൽ നമ്മൾ ഡെബിറ്റ് ക്രെഡിറ്റ് എമൗണ്ട് കാണിക്കണം. ഇത്രയാണ് അതിന്റെ ഫീച്ചേഴ്സ് വരുന്നത്. ഇനി ഇതിന്റെ അഡ്വാൻറ്റേജസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ വരും അഡ്വാൻറ്റേജസ്, അതിന്റെ മെറിറ്റ്സ് എന്തൊക്കെയാണ് ജേണൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അത് അപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ജേണൽ ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നു. സോ ഒരു ട്രാൻസാക്ഷന്റെ ഒമിഷൻ, അതായത് വിട്ടുപോകാൻ ചാൻസ് ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. ഒരു ട്രാൻസാക്ഷൻ നമ്മൾ ജേണലിൽ ക്രോണോളജിക്കലി, അതായത് ഡേറ്റ് വൈസ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, നരേഷൻ ഉൾപ്പെടെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത് റെക്കോർഡ് ചെയ്തത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ ചോദ്യങ്ങൾക്കൊക്കെ നമുക്ക് ഇതിൽ നിന്ന് ഉത്തരം കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാലും അതിന്റെ ഡെബിറ്റും ക്രെഡിറ്റും കൃത്യമായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ മറ്റുള്ള ബുക്കിലേക്ക് നമ്മൾ റോങ്ലി, അതായത് മിസ്റ്റേക്സ് വരുത്താനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. ലെഡ്ജർ അടുത്തതായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന എന്താണ്? ലെഡ്ജർ ആണ്. സോ ലെഡ്ജർ റൈറ്റിംഗ് വളരെ ഈസി ആയിരിക്കും, അതിൽ മിസ്റ്റേക്സ് ഒന്നും വരാൻ ചാൻസ് ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. അടുത്തത് പറയുന്നത് ജേണൽ റെക്കോർഡ് ചെയ്യുന്നത് എന്താണ്? ഡെബിറ്റ് ക്രെഡിറ്റ് ആയിട്ടാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. സോ ഒരൊറ്റ എൻട്രി വഴി നമ്മൾ ആ ട്രാൻസാക്ഷന്റെ കംപ്ലീറ്റ് സ്റ്റോറി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ. ഒരു ക്യാഷ് അക്കൗണ്ട് അപ്പുറത്ത് ക്യാപിറ്റൽ എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറയാം അത് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള എൻട്രി ആണ് അല്ലെ. അപ്പോൾ ഒരു എൻട്രി കൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? അതിന്റെ ട്രാൻസാക്ഷൻ എന്താണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, അടുത്തത് ഇനി മിസ്റ്റേക്സ് ഇൻ ദ ലെഡ്ജർ ക്യാൻ ബി ഈസിലി ഡിറ്റക്റ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ജേണൽ. ലെഡ്ജറിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നമുക്ക് ജേണൽ വെച്ച് റെക്ടിഫൈ ചെയ്യാൻ പറ്റും. കാരണം ജേണൽ വെച്ചിട്ടാണ് നമ്മൾ ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുന്നത്. സോ അതിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് മുമ്പ് പ്രിപ്പയർ ചെയ്ത ബുക്ക് ഏതാണോ അത് നമുക്ക് നോക്കി നമുക്കത് റെക്ടിഫൈ ചെയ്യാൻ സാധിക്കും. ഇനി അടുത്തത് നമുക്ക് ലെഡ്ജർ ആണ് പറയാനുള്ളത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം.